ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മളവിടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. സംസ്ഥാന നിയമസഭയിൽ മന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിച്ചു. ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ഈ ബജറ്റിലുണ്ടായി. ഒരുപാട് വിമർശനങ്ങളും പ്രതിപക്ഷ നേതാവ് ഇന്ന് ഉന്നയിക്കുന്നു കേട്ടു. അപ്പോൾ ബജറ്റിലേക്കൊക്കെ നമുക്ക് കടക്കണം. അപ്പോൾ പ്രൈം ടൈം ആരംഭിക്കും. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ എന്ന നിയമസഭയിൽ അവതരിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കെ ജനകീയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചവരെ അദ്ദേഹം ശരിക്കും ഞെട്ടിച്ചുകളഞ്ഞു. ഒരിക്കൽ കൂടി ധനമന്ത്രി KN ബാലഗോപാൽ ഈ ഞെട്ടൽ ആളുകളെ ബോധ്യപ്പെടുത്തി. ക്ഷേമ പെൻഷൻ അദ്ദേഹം കൂട്ടിയിട്ടില്ല, ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ യാഥാർത്ഥ്യ ബോധത്തോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കോടതി ഫീസ് വർദ്ധിപ്പിച്ചു, ഭൂനികുതി കൂട്ടി. സാധാരണക്കാർക്ക് ഇതൊക്കെ തിരിച്ചടിയല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അവഗണിച്ച വിഴിഞ്ഞത്തിനും മുണ്ടക്കൈ ചൂരലുമല പുനരധിവാസത്തിനും ഊന്നൽ നൽകിയായിരുന്നു ബജറ്റ്. ഒപ്പം പതിപോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിന് നല്ല വിമർശനവും കിട്ടി. ഏതായാലും ബജറ്റ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിലെ മന്ത്രിയുടെ അവകാശവാദം നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. അത് ഇത്രയേ ഉള്ളൂ. കേരളം സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ചു എന്ന പ്രഖ്യാപനം അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഒരു ബിഗ് സല്യൂട്ട്. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം വിത്ത് SKN തുടരുന്നു. തിരുവനന്തപുരത്തെ സായിഗ്രാം ഡയറക്ടർ KN ആനന്ദകുമാറിന് 2 കോടി രൂപ നൽകിയെന്ന് പാതിവില തട്ടിപ്പിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ ഇന്ന് മൊഴി നൽകി പോലീസിന്. പണം നൽകിയതിൻ്റെ ബാങ്ക് രേഖകൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇടുക്കിയിലെ LDF UDF നേതാക്കന്മാരും ഒക്കെ തന്നെ പണം വാങ്ങിയെന്ന പരാതിയുണ്ട്. അതേപോലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥലം വാങ്ങി കൂട്ടിയെന്ന് പ്രതി ഇന്ന് പോലീസിന് മൊഴി കൊടുത്തു. മൊഴിയുടെ വിശദാംശങ്ങൾ 24-ന് കിട്ടി. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. നിതിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഈ അനന്തകൃഷ്ണൻ്റെ അനന്തമായ തട്ടിപ്പ്, അത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ മറ്റ് കാര്യങ്ങളെല്ലാം നൽകുന്ന പുതിയ കണ്ടുപിടുത്തം നടത്തി എത്ര ആൾക്കാരെ അദ്ദേഹം ഭരിച്ചു കളഞ്ഞത്. എന്തായാലും വലിയ സംഭവമായിപ്പോയി. പറയൂ വിവരങ്ങൾ. എന്തായാലും പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വാങ്ങാൻ ആളുകൾ കൂട്ടമായി എത്തുന്ന അവസരമായി കണ്ട് നടത്തിയ തട്ടിപ്പ് അത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് തന്നെ പറയാം. ആ തട്ടിപ്പിന് നടത്തിയ ശേഷം ഇപ്പോൾ അനന്തകൃഷ്ണനെ പോലീസ് പിടികൂടി വിശദമായി ചോദ്യം ചെയ്യൽ നടത്തി. ചോദ്യം ചെയ്യലാണ് പ്രധാനപ്പെട്ട നിർണായക വിവരങ്ങൾ പോലീസ് ലഭിച്ചിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ പണം അത് എങ്ങോട്ടേക്ക് പോയി, അതോടൊപ്പം തന്നെ ഇടപാട് ശൃംഖലയിൽ ആരൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യൽ നടത്തിയത്. അതിൽ നടത്തിയ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. അതായത് അനന്തകുമാർ 2 കോടി രൂപ നൽകിയെന്നാണ് ഇന്ന് അനന്തകൃഷ്ണൻ പോലീസ് നൽകിയ മൊഴി. ഇതിനെ സാധൂകരിക്കുന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തത പോലീസ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാനെ കുരുക്കിലാക്കുന്ന മൊഴി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾക്കും കൂടാതെ അനന്തകുമാറിനും ഇതിൽ പങ്കുണ്ടെന്ന നേരത്തെ തന്നെ വിവരങ്ങൾ ലഭ്യമായിരുന്നു. എന്തായാലും ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇടുക്കിയിലെ LDF UDF നേതാക്കൾക്ക് 50 ലക്ഷത്തിലധികം രൂപ കൈമാറിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് കൈമാറിയിരിക്കുന്നത്. അങ്ങനെ ഇതിൽ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം കൂടുതൽ പങ്കുണ്ടെന്ന വിശദാംശങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഗൂഗിൾ പേ രേഖകളും അതോടൊപ്പം വാട്സപ്പ് ചാറ്റുകളും ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചു. അങ്ങനെ അനന്തകൃഷ്ണൻ നൽകിയ മൊഴി അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു. അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ 1000 കോടി രൂപയിൽ ഏതാണ്ട് 1000-ലധികം കോടി രൂപയിൽ നടത്തിയ തട്ടിപ്പിൽ പണം എങ്ങോട്ടേക്ക് പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിൽ പകുതിയും ഇയാൾ വിനിയോഗിച്ചിരിക്കുന്നത് ഭൂമി വാങ്ങാനാണ്. പാലക്കാട്, കോട്ടയം കൂടാതെ ഇടുക്കിയിലെ പലയിടങ്ങളിലും ഇയാൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ചോദ്യം ചെയ്യൽ ആ വിശദാംശങ്ങളടക്കം പോലീസ് ശേഖരിച്ചു. എന്തായാലും ഇയാൾ നൽകിയ മൊഴി അത് പോലീസിന് ക്രോസ് ചെക്ക് ചെയ്യും. അതിനുശേഷമാകും തുടർ നടപടിയിലേക്ക് പോവുക. എന്തായാലും രാഷ്ട്രീയ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ അനന്തകുമാറിനെയും ഇതിൽ കുരുക്കിലാക്കുന്ന മൊഴി തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ അനന്തകൃഷ്ണനെതിരെ നാളെയും പോലീസ് തുടരും. മൂവാറ്റുപുഴ പോലീസിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലടക്കം നടപടികൾ തുടരുന്നത്. എന്തായാലും പണം നൽകിയതിന്റെ ഗൂഗിൾ പേ രേഖകളും ഗൂഗിൾ പേ ഇടപാടുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു. അങ്ങനെ ഇയാൾ നടത്തിയ മൊഴിയിൽ അത് പോലീസ് വ്യക്തത വരുത്തുന്ന നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ പോലീസ് നാളെ തുടരും. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾക്ക് പോലീസ് കടക്കാൻ ഒരുങ്ങുകയാണ്. അതോടൊപ്പം അനന്തകൃഷ്ണന്റെ ഈ പങ്കാളിത്തം, ഈ ഇടപാടിൽ പങ്കെടുത്ത മറ്റുള്ളവരും, അതായത് ഈ അക്കൗണ്ട്സ് എല്ലാം തന്നെ കൈകാര്യം ചെയ്ത ആളുകളിൽ കേന്ദ്രീകരിച്ചുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾക്കും പോലീസ് കടക്കാനൊരുങ്ങുകയാണ്. പലരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ വൈകാതെ ഇവരിലേക്ക് ഈ അന്വേഷണത്തിലെത്താൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനന്തകൃഷ്ണന്റെ ഈ
പാതി പൈസ തട്ടിപ്പ് പരിപാടി ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ദേവൂട്ടി വിജയ്, നമ്മുടെ യൂട്യൂബിലെ സ്ഥിരം പ്രേക്ഷകയാണ്. ദേവൂട്ടി പറയുന്നത് എൻ്റെ അനിയത്തിയുടെ 65,000 രൂപ പോയി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇനി പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെന്നാണ് ദേവൂട്ടി പറയുന്നത്. കയ്യിലിരുന്ന പൈസ എടുത്ത് നാട്ടുകാർക്ക് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി കിട്ടിയാൽ പോയാൽ പോയി. അപ്പോൾ എന്തായാലും ശ്രമിക്കുക. എത്രയോ ആൾക്കാർ, ഈ 65,000 ഒക്കെ ഒരു സംഖ്യയല്ല. കോടിക്കണക്കിന് തട്ടിപ്പ് നടത്തിയ ഒരാളിന് കണ്ണൂരിൽ തന്നെ ആയിരക്കണക്കിന് വനിതകളാണ് പരാതിയുമായി ചെന്നത്. അപ്പോൾ ഓരോ ജില്ലയും കണക്കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ അനന്തകൃഷ്ണൻ എത്ര മഹാനായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇന്ന് വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കൊരു അല്പം കൗതുകം തോന്നും, ഇത്തിരി വിചിത്രമായി തോന്നും. NCPയുടെ മന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ പിന്മാറിയെന്നാണ് വാർത്ത. PC ചാക്കോയെ അനുകൂലിക്കുന്ന നേതാക്കൾ ഇന്ന് മന്ത്രി AK ശശീന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കും, സർക്കാരിന് പൂർണ്ണ പിന്തുണ, ഇതൊക്കെ കാണിച്ച് PC ചാക്കോ ഇന്ന് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, PC ചാക്കോ രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ വലിയ പരിചയസമ്പന്നം, ഇത്തിരി സ്ട്രോങ് ആയ ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. അപ്പോൾ എന്തായിരിക്കാം? ഒരുപക്ഷെ പാർട്ടി വളരണ്ട എന്ന് കരുതി അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തതാണോ? എന്താണ് ഇതിൻ്റെ പിന്നിൽ? AK ശശീന്ദ്രനും തോമസ് കെ തോമസും, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ജനപ്രതിനിധികൾ, അവരാണ് 2 MLA-മാർ, ഒരാൾ മന്ത്രിയുമാണ്. ഇവർ PC ചാക്കോവുമായി തെറ്റുകയും ഇവർ സ്വന്തം നിലയിൽ കഴിഞ്ഞ ദിവസം ഒരു ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കുകയും അധ്യക്ഷനെ മാറ്റണമെന്നുള്ള ആവശ്യം PC ചാക്കോയോട് തന്നെ നേരിട്ട് ആവശ്യപ്പെടുകയും ഒരു ജനറൽ ബോഡി യോഗം വീണ്ടും വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതായത് നേരത്തെ മന്ത്രിസ്ഥാനം എന്നുള്ള ഒരു മന്ത്രിമാറ്റം എന്നുള്ള ആവശ്യം, അതൊക്കെ ഏകദേശം 4 മാസത്തോളമായി NCPയിൽ ഈ തർക്കം തുടങ്ങിയിട്ട്. മന്ത്രിസ്ഥാനം മാറ്റണം, തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ PC ചാക്കോ വിഭാഗം മുന്നോട്ട് വെച്ചെങ്കിലും ഒരു ഘട്ടത്തിലും സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇത് അംഗീകരിക്കാത്ത സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിൽ LDF വിട്ടാലോ എന്ന് PC ചാക്കോ വിഭാഗം ആലോചിച്ച് തുടങ്ങുകയും ചെയ്തു. ഈ അവസരം മുതലൊക്കെയാണ് AK ശശീന്ദ്രൻ വിഭാഗം മറ്റൊരു നീക്കത്തിന്, നിർണായകമായ നീക്കത്തിന് തുനിഞ്ഞത്. തങ്ങളാണ് ഔദ്യോഗിക NCP എന്ന് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM നേതൃത്വത്തിന് കത്ത് നൽകാനും AK ശശീന്ദ്രൻ വിഭാഗം തീരുമാനിച്ചു. ഈ തീരുമാനം തനിക്ക് ദോഷകരമായി വരുമെന്ന് ഒരുപക്ഷെ PC ചാക്കോയ്ക്ക് മനസ്സിലായി കാണണം. അതുകൊണ്ടാണ് അനുനയ നീക്കം PC ചാക്കോ വിഭാഗം തന്നെ നേരിട്ട് നടത്തിയത്. ഇന്ന് തന്നെ PM സുരേഷ് ബാബു, ലതിക സുബേഷ്, KR രാജൻ എന്നിവർ AK ശശീന്ദ്രനെ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി കണ്ടു. തങ്ങൾക്ക് മന്ത്രിസ്ഥാനം മാറ്റണമെന്നുള്ള ആവശ്യം ഇനി ഉന്നയിക്കില്ല, അത്തരമൊരു ആവശ്യം ഇനി ഇല്ലാതായി, ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. AK ശശീന്ദ്രൻ വിഭാഗം അത് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അതൊരു ഘട്ടത്തിൽ NCPയുടെ പിളർപ്പിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുമെന്ന് സൂചന നൽകിയെങ്കിലും ഒടുവിൽ PC ചാക്കോ അയഞ്ഞിരിക്കുന്നു. AK ശശീന്ദ്രൻ്റെ നിർണായകമായ നീക്കത്തിന് മുന്നിൽ PC ചാക്കോയ്ക്ക് അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു. SKN. താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി അന്വേഷിച്ചാൽ യഥാർത്ഥ കാര്യം എന്തോന്ന് മനസ്സിലാകാൻ പറ്റും. എന്തായാലും ഇതിലെന്തോ ഒരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നന്മ നിറഞ്ഞ വിശ്വാസം തന്നെയായിരിക്കും. കാര്യം ഈ മന്ത്രിസ്ഥാനത്തിന് മേൽ ഇനി കുറച്ച് കാലം മാത്രമല്ലേ ഉള്ളൂ. ഒരു മന്ത്രിസ്ഥാനത്തിന് മേൽ പാർട്ടി വളർത്തി എന്നുള്ള ആരോപണം വേണ്ട എന്ന് PC ചാക്കോ കരുതിയതാണോ എന്നെനിക്ക് സംശയമുണ്ട്. MK ഷീജ പറയുന്നു, നമ്മൾ ചെറിയ പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങും, നല്ല സാധനങ്ങൾ വാങ്ങിക്കത്തില്ല, കാരണം ലാഭം നോക്കും, അതുകൊണ്ട് ചീത്ത സാധനം വാങ്ങിക്കും, അതാണ് മലയാളിയുടെ സ്വഭാവം എന്ന് പറയുന്നു. സ്നേഹ ചോദിക്കുന്നു, ഈ സുഗമദേവി പരമ്പരയുടെ ഫ്ലവേഴ്സിലെ സമയം മാറിയല്ലോ, 8 മണിയാണ് ഇപ്പോൾ. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ സുഗമദേവി എന്ന പരമ്പരയുടെ സമയം എല്ലാ ദിവസവും രാത്രി 8 മണിക്കായിരിക്കും. 8:30 വീട്ടിലെ വിളക്കെന്നുള്ള പരമ്പരയും 9 മണിക്ക് മഹാലക്ഷ്മിയുമാണ് പുതിയ സംരക്ഷണം ചെയ്യുന്ന പരമ്പരകൾ. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിച്ചെങ്കിലും ഭൂനികുതിയും കോടതി ഫീസും വർദ്ധിപ്പിച്ച് 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് വേറെ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഭൂനികുതിയിൽ 50% വർധനയാണ് ബജറ്റ് വഴി വരുത്തിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബജറ്റ് വളരെ ആശ്വാസമാണ്. ഒരു ഗഡു ക്ഷാമബത്ത കൂടി പ്രഖ്യാപിച്ചു, പക്ഷേ അത് ശമ്പളത്തിൽ ലയിപ്പിച്ചു എന്നുള്ളതാണ്. ശമ്പളത്തിലല്ല, PF-ൽ ലയിപ്പിച്ചു. ശമ്പള പരിഷ്കരണ തുകയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. അതും ഒരു ആശ്വാസമുള്ള ഒരു കാര്യമാണ്. റിപ്പോർട്ട്. കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. വരുമാന വർധനവിന് ഊന്നൽ നൽകുന്നതാണ് KN ബാലഗോപാലിന്റെ 5ാമത്തെ ബജറ്റ്. ഭൂനികുതി പരിഷ്കരണത്തിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള നികുതി സ്ലാബുകളിൽ 50% വർധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരാറിന് 5 രൂപ എന്നുള്ളത് 7 രൂപയായി മാറും. ഉയർന്ന സ്ലാബ് നിരക്കായ ഒരാറിന്
30 രൂപ എന്നുള്ളത് 45 രൂപയായി മാറും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കുമെന്നാണ് ബജറ്റിലെ മറ്റൊരു പ്രഖ്യാപനം. വില അനുസരിച്ചായിരിക്കും നികുതിയിൽ മാറ്റം വരിക. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് കാർ വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 8%, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതിയും, ബാറ്ററി വാടകയ്ക്ക് ലഭ്യമാക്കുന്ന ബാറ്ററി റെൻറ്റിംഗ് ഫെസിലിറ്റി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതി ഈടാക്കുന്നതാണ്. ഈ നികുതി വർധനയിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. 15 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 8% നികുതിയും, 20 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വാഹനവിലയുടെ 10% നികുതിയും ഈടാക്കും. ഈ നികുതി വർധനവിലൂടെ 30 കോടി രൂപ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. കോൺട്രാക്ട് കാരിയേജ് വാഹനങ്ങളുടെ നികുതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നത് 15 കോടി രൂപയുടെ അധിക വരുമാനം. സ്റ്റേറ്റ് കാരിയേജ് വാഹനങ്ങളുടെ നികുതി 10% കുറച്ചു. 15 വർഷം കഴിഞ്ഞ ബൈക്ക്, മുച്ചക്ര വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നികുതി 50% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. VK മോഹനൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കോടതി ഫീസും കൂട്ടി. ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന ഹേബിയസ് കോർപ്പസ് പൊതുതാൽപര്യ ഹർജികൾക്ക് നിലവിലുള്ള ഫീസ് ഒഴിവാക്കിയിട്ടുമുണ്ട്. 24 തിരുവനന്തപുരം. ഷൈജ വർഗീസ് പറയുന്ന SK നാളെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരികയല്ലേ, അത് ഉണ്ടോ? നാളെ നാളെ രാവിലെ 6 മണിക്ക് തുടങ്ങുകയാണ്. നമ്മുടെ ടീം നാളെ മേഘക്കീറുകളിൽ നിന്നൊക്കെ അപ്രപാളികളിൽ നിന്നൊക്കെ ക്യാമറ കണ്ടെത്തിയ ആളുകളൊക്കെ നാളെ ഇറങ്ങും. ഞാനും S വിജയകുമാറും ആഷ്മി താജ് ഇബ്രാഹിമും KR ഗോപികൃഷ്ണനും അനൂജ രാജേഷും അടങ്ങുന്ന ടീം നാളെ റെഡിയാണ്. നാളെ രാവിലെ 6 മണിക്ക് ആരംഭിക്കും. അപ്പോൾ നമുക്ക് ഡൽഹി ആര് പിടിക്കും എന്നുള്ളതാണ്. ത്രികോണ മത്സരമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹി ആരെന്നറിയാൻ വാശിയേറിയ പോരാട്ടമായതുകൊണ്ട് തന്നെ നാളെ കൗതുകം ഉണ്ടാകും. നിങ്ങൾ കാത്തിരിക്കുക. നാളെ രാവിലെ 6 മണിക്ക് 24-ൻ്റെ തന്നെ ഗോൾഡൻ സ്ക്രീനിൽ ഒറ്റ നോട്ടത്തിൽ ഫലം കിട്ടുന്ന പതിവ് പോലെയുള്ള കലാപരിപാടിയിലൂടെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും വോട്ടിങ്ങിൻ്റെ ഡേയിൽ, കൗണ്ടിങ് ഡേയിൽ എപ്പോഴും പ്രേക്ഷകർ നമ്മോടൊപ്പമാണ് സഞ്ചരിച്ചത്. ഇത്രയും കാലത്തെ 24 വന്നതിന് ശേഷമുള്ള ചരിത്രമാണ്. നാളെയും ചരിത്രം ആവർത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ കൂടെ വേണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആവർത്തിക്കും? അപ്പോൾ നാളെ രാവിലെ 6 മണി മുതൽ. മറ്റൊരു സ്റ്റോറിയിലേക്ക്. തെരഞ്ഞെടുപ്പ് വർഷത്തിലും ക്ഷേമ പെൻഷൻ കൂട്ടുന്ന പ്രഖ്യാപനമില്ലാതെ സംസ്ഥാന ബജറ്റ് കടന്നുപോയി. അതാത് മാസത്തെ പെൻഷൻ കുടിശ്ശികയില്ലാതെ നൽകുമെന്നും അവശേഷിക്കുന്ന 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും മാത്രമാണ് മന്ത്രി തൻ്റെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണ് ധനമന്ത്രി ഇന്ന് വിശദീകരിച്ചത്. 2021-ൽ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കാണ് ക്ഷേമ പെൻഷൻ 1600 രൂപയായി കൂട്ടിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFിന്റെ പ്രകടന പത്രികയിൽ പെൻഷൻ 2500 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ക്ഷേമ പെൻഷൻ 1 രൂപ പോലും കൂട്ടിയിട്ടില്ല. ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ഇക്കുറി 100 രൂപയെങ്കിലും കൂട്ടുമെന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചു. എന്നാൽ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിനാണ് മുൻഗണന എന്ന കാഴ്ചപ്പാടാണ് ധനമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചത്. രണ്ടാം പിണറായി സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോൾ ചുരുങ്ങിയത് 50,000 കോടി രൂപയെങ്കിലും ക്ഷേമ പെൻഷനായി നൽകും. 2011-16 സർക്കാരിൻ്റെ 5 വർഷക്കാലം സാമൂഹ്യ സുരക്ഷാ പെൻഷനായി വിതരണം ചെയ്തത് 10,700 കോടി രൂപയുടെ 5 ഇരട്ടിയോളം വരും ഇപ്പോൾ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനം പാലിക്കാൻ കഴിയാത്തതിന് ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേന്ദ്ര നയങ്ങൾ മൂലമുണ്ടായ വെട്ടിക്കുറവാണ് തടസ്സമെന്നും ധനമന്ത്രി വിശദീകരിക്കുന്നു. LDFിന്റെ പ്രകടന പത്രിക 2,500 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. LDFിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് കേരളത്തിന് ഇത്രയേറെ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുന്ന പരിപാടിയില്ലായിരുന്നു അവിടെ. അതിനുശേഷമാണ് 50,000 കോടിയിലധികം രൂപ വെട്ടിക്കുറച്ചത്. ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും പ്രതീക്ഷ പൂർണ്ണമായും കൈവിടേണ്ടതില്ല. മന്ത്രിസഭാ തീരുമാനത്തിലൂടെയോ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയോ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിയും. നിലവിലുള്ള കുടിശ്ശിക തീർത്ത ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. മെയിൻ ഹോൾഡിങ്സ് എന്ന് പറയുന്ന SK നാളെ പകൽ മുഴുവൻ നിങ്ങളെ 3 പേരെ സഹിക്കാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഹരിയാന പോലെ ആകില്ല ഇത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്തെടുക്കാൻ നാളെ കേട്ടോ. കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്ക് വിഴിഞ്ഞം പദ്ധതി ബജറ്റ് പ്രസംഗത്തിന്റെ കവർ പേജാക്കി ഇന്ന് ധനമന്ത്രി മറുപടി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് ആവർത്തിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുമായിരുന്നു ബജറ്റ് പ്രസംഗം. കിബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന പരോക്ഷ സൂചനയും ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ നൽകി. വിഴിഞ്ഞം പദ്ധതിയിലൂടെ കേരളത്തിന്റെ അതിജീവനം, ഒപ്പം വയനാടിനെ സൂചിപ്പിക്കുന്ന മലനിരകൾ, ഇതാണ് ബജറ്റിന്റെ കവർ പേജ്. കേന്ദ്ര അവഗണനയ്ക്ക് കവർ പേജിലൂടെ മറുപടി. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നിലപാടുകളാണെന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി ബജറ്റ് ആരംഭിച്ചത്. പക്ഷേ പ്രതിസന്ധി രൂക്ഷമല്ല, അതിജീവനത്തിലാണ് കേരളം.
സർ, സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞ്ഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു. മുണ്ടക്കൈ ചൂർലമലയ്ക്ക് ആദ്യഘട്ടത്തിൽ 750 കോടി രൂപ, പാക്കേജിനധികമായി 85 കോടി. കിഫ്ബി റോഡുകൾക്കും പാലങ്ങൾക്കും ടോൾ വരുമെന്ന് സൂചന നൽകി റവന്യൂ ജനറേറ്റിംഗ് മോഡലാക്കി മാറ്റുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കിഫ്ബി രൂപീകരിച്ച വേളയിൽ തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന് വിലയിരുത്തിയിരുന്നു. കിഫ്ബിയുടെ പ്രവർത്തന മൂലധനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിൽ നിന്ന് ബജറ്റ് വിഹിതമായി ലഭിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം തുക കടമെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ കൂടുതൽ ഏറ്റെടുക്കുന്നതിനും കിഫ്ബിയെ വരുമാനമുള്ള സ്ഥാപനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ പരിശ്രമങ്ങളും പഠനങ്ങളും സർക്കാർ നടത്തും. ജലസേചന, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവയ്ക്കായി 610 കോടി രൂപ, വന്യജീവി ആക്രമണം തടയാൻ 75 കോടി രൂപയും വകയിരുത്തി. ഭക്ഷ്യവകുപ്പിന് വിപണി ഇടപെടലിന് തുക വകയിരുത്താത്തത് ഇത്തവണ പരിഹരിച്ചു. 2063 കോടി രൂപ വിപണി ഇടപെടലിന് അനുവദിച്ചു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് 1000 കോടി രൂപയും നൽകി. പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിമർശിച്ചുകൊണ്ടാണ് KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. പനാമ കനാൽ എൻ്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ഗാസാമുനമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു. സർ, ലോകമാകെ ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും യുദ്ധവെറിയുടെയും അന്തരീക്ഷം സംജാതമാകുന്നു. ഇത് കൊളോണിയൽ കാലത്തോ മഹായുദ്ധകാലങ്ങളിലോ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുകയാണോ എന്ന ഭയം പലർക്കുമുണ്ട്. 24 തിരുവനന്തപുരം. പി മധു പറയുന്നു, ഞാൻ നിങ്ങളുടെ കൂടെയും ഇടയ്ക്കിടെ അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധു, അഭിപ്രായങ്ങൾ പറയണം. ചില അഭിപ്രായങ്ങളൊക്കെ നമ്മൾ നോക്കാം. കാര്യം നിങ്ങൾ ചിലതൊക്കെ പറയുമ്പോഴാണ് നമ്മളും ചിലതൊക്കെ ശ്രദ്ധിക്കും. നിങ്ങൾക്കറിയാം, ഒരു പ്രത്യേകിച്ച് വളരെ വേഗത്തിൽ എക്സ്റ്റംബറായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധപ്പെടില്ല. അപ്പോൾ പ്രേക്ഷകർ എഴുതുമ്പോൾ നമ്മളിത് തീർച്ചയായിട്ടും അറിയും. നല്ലതൊക്കെയാണെങ്കിൽ നമ്മൾ വായിക്കുകയും ചെയ്യും. ചിലപ്പോൾ ആ നിമിഷങ്ങൾ നമ്മളും എൻജോയ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നാളെ മറക്കണ്ട, രാവിലെ 6 മണി മുതൽ. പിന്നെ ഒരാൾ ചോദിച്ചു, സാധാരണ നിങ്ങൾ 3 പേരാണല്ലോ കാണുന്നത്, നാളെ 5 പേരുണ്ടല്ലോ. സാധാരണ 5 പേരുണ്ട്. 6 മണി മുതൽ ഒരേ സമയത്ത് നമ്മൾ 5 പേര് പ്രത്യക്ഷപ്പെടില്ല, 3 പേർ മാത്രമേ പ്രത്യക്ഷപ്പെടൂ. ഞാനും ആഷ്മീൻ താജ് ഇബ്രാഹിമും വിജയകുമാറും ഉണ്ടാകും. അതിനു മുമ്പ് തന്നെ ഗോപികൃഷ്ണനും അനുജയും ചേരുകയും ചെയ്യും. ഇത്തവണ ബജറ്റിൽ ഒരു കൗതുകമുണ്ട്. നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പുറമെ ചെറിയ ബജറ്റ് പുസ്തകം കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. സാധാരണ പൗരന്മാർക്ക് മനസ്സിലാക്കാൻ സിറ്റിസൺ ബജറ്റ് എന്ന പേരിലാണ് രണ്ടാമത്തെ ഈ ബജറ്റ് പുസ്തകം. ഇതിൽ കവർ പേജ് വരച്ചത് താൽക്കാലിക ഡ്രൈവറായ സ്റ്റാലിൻ. ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട്. ഇത്തവണത്തെ ബജറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണത്തെ ബജറ്റ് 2 ബുക്കുകളാണ്. അതായത് ഒരു ബുക്ക് നിയമസഭയിൽ ധനമന്ത്രി വായിക്കുന്ന അതേ പ്രസംഗങ്ങളെല്ലാം അതുപോലെ പ്രിന്റ് ചെയ്ത ഒരു ബുക്ക്. രണ്ടാമത്തെ ബുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത്തരമൊരു ബുക്ക്, അതായത് ബജറ്റിലേക്കുള്ള പൗരൻ്റെ വഴികാട്ടി, സിറ്റിസൺ ഗൈഡ് ടു ബജറ്റ് എന്ന രീതിയിൽ ഒരു വളരെ സിമ്പിളായ ഒരു ബജറ്റ്, അതായത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ബജറ്റിൻ്റെതായ സങ്കീർണതകളോ കണക്കുകളോ ഒന്നുമില്ലാത്ത ഒരു ബജറ്റ് പുസ്തകം. അതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ ഗ്രാഫിക്സ് എല്ലാം നൽകി വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിലാണ് ഈ ഒരു ബജറ്റ്, ഒരു സിറ്റിസൺ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും ബജറ്റിൻ്റെ സങ്കീർണതകൾ ഒന്നുമില്ലാതെ തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതോടൊപ്പം ഇതിൻ്റെ ഫ്രണ്ട് പേജ് കണ്ടല്ലോ, ഈ പേജ്, ഈ ചിത്രം വരച്ചത് ധനവകുപ്പിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. സ്റ്റാലിൻ, അദ്ദേഹത്തിൻ്റെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അദ്ദേഹം ധനവകുപ്പിലെ ഒരു താൽക്കാലിക ഡ്രൈവറാണ്. ചേട്ടൻ്റെ വരെയാണല്ലേ ഇത്? അതെ. എങ്ങനെയാണ് ചേട്ടൻ ഈ ഒരു വരയിലേക്ക്, ചേട്ടന് ഈ സിറ്റിസൺ ഗൈഡ് ലൈൻ ബഡ്ജറ്റ് അതിൻ്റെ കവർ പേജ് വരയ്ക്കാനുള്ള അവസരം കിട്ടുന്നത്? നമ്മുടെ PS-ൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത് വരയ്ക്കാൻ എനിക്കൊരു ഇത് വന്നത്. അതിൻ്റെ ഒരു തീമെല്ലാം അതിൻ്റെ ഒരു APS നിർബൻ സാർ പറഞ്ഞു തന്നു. അതനുസരിച്ചാണ് വരച്ച് തുടങ്ങിയത്. എപ്പോഴെങ്കിലും ഈ ബജറ്റ്, സാധാരണ ബജറ്റ് പ്രസംഗം പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് പകുതിയൊക്കെ മനസ്സിലാക്കാറുണ്ട്. കണക്കുകൾ അറിയില്ലെങ്കിലും ഒരു സർക്കാർ എന്താണ് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു ഏകദേശമൊക്കെ അറിയായിരുന്നു. ഇത് ഇപ്പോൾ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ സിമ്പിളാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയുണ്ട്? ഇത് നമ്മുടെ വികസനത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ചേർത്ത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാറുണ്ട്. എന്തായാലും ഇതാണ് സ്റ്റാലിൻ വരച്ചതാണ് ഈ ഫ്രണ്ട് പേജ്. അത് മാത്രമല്ല, ഇത് സാധാരണക്കാർക്ക് നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാനും കഴിയും. മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതുകൂടി ചോദിക്കാം. താൽക്കാലിക ജീവനക്കാർക്ക് ഒരു ആശ്വാസം കൂടി ബജറ്റിലുണ്ട്. നിങ്ങളുടെ വരുമാനം ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ടോ? അതിൽ വളരെയധികം സന്തോഷമുണ്ട്. മന്ത്രിയോട് പ്രത്യേക നന്ദിയുണ്ട്. എന്തായാലും നിരവധി താൽക്കാലിക ജീവനക്കാരിലെ ഒരു പ്രതിനിധി കൂടിയാണ്, അതുകൊണ്ടാണ് അക്കാര്യങ്ങളോട് ചോദിച്ചത്. താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം 5% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ശരാശരി പ്രതിമാസ ശമ്പളത്തിൽ 1000 രൂപയോളം വർധന ഉണ്ടാകുമെന്നുള്ളതും ഒരു പോസിറ്റീവാണ്. അഭിലാഷ് തൊഴുങ്കോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെ
മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോൾ രാഷ്ട്രീയ നാടകങ്ങൾ കൂടി രാജ്യതലസ്ഥാനം വേദിയാകുന്നു എന്ന വാർത്ത ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. BJPക്കെതിരെ ഓപ്പറേഷൻ താമര ആരോപണം ഉന്നയിച്ച അരവിന്ദ് കെജ്രിവാളിൻ്റെ മൊഴിയെടുക്കാൻ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥന്മാർ ചെന്നു. എന്നാൽ ആപ്പ് സഹകരിക്കാത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. നാളെ രാവിലെ 6 മണി മുതൽ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഫലസൂചനയും വേഗത്തിൽ കൃത്യതയോടെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെയാണ് നിർണായക നീക്കങ്ങൾ. വിവാദ പരാമർശത്തിൽ കെജ്രിവാളിന്റെ മൊഴി രേഖപ്പെടുത്താനെത്തിയ ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളമാണ് കാത്തുനിന്നത്. ഒടുവിൽ കെജ്രിവാളിന് നോട്ടീസ് നൽകി മടങ്ങി. 16 സ്ഥാനാർത്ഥികൾക്ക് BJP 15 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിൽ അന്വേഷണത്തിനാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നാൽ ഉദ്യോഗസ്ഥരെ കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ തടഞ്ഞു. അന്വേഷണം സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. രേഖകൾ ഹാജരാക്കാതെ അകത്തേക്ക് കടക്കാൻ കഴിയില്ലെന്ന നിലപാടെടുത്തതോടെ ഉദ്യോഗസ്ഥർ പുറത്തു കാത്തുനിന്നു. देखिए, अभी ACB ऑफिसर्स पिछले 1 घंटे से यहाँ पे बाहर सिक्योरिटी रूम में बैठे हैं. वो बगैर किसी तैयारी के, बगैर किसी इंस्ट्रक्शन के, ना उनके पास कोई नोटिस है, ना उनके पास कोई इंस्ट्रक्शंस हैं. वो किससे इंस्ट्रक्शन ले रहे हैं? 1 घंटे से वो बड़े कंफ्यूजन स्टेट ऑफ माइंड से अंदर बैठे हुए हैं. ഒടുവിൽ തെളിവുകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകി അന്വേഷണ സംഘം മടങ്ങി. വോട്ടെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെയായിരുന്നു 8 MLA-മാർ ആം ആദ്മി പാർട്ടി വിട്ട് BJP-യിലെത്തിയത്. വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആം ആദ്മി പാർട്ടിയുടെ ആശങ്കയും കൂറുമാറ്റമാണ്. BJP അടർത്തിയെടുക്കുമോ നേതാക്കളെ എന്ന ഭീതിയിലാണ് പാർട്ടി. നാളെ ഫലം പ്രഖ്യാപിക്കാനിരിക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളുകയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. 70 നിയമസഭാ മണ്ഡലങ്ങൾ, 36 എന്ന മാജിക് സംഖ്യ കടക്കുന്നവർക്ക് രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിക്കാം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. മദ്യനയ അഴിമതി മുതൽ യമുനയിലെ മലിനീകരണം വരെ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട 1 മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചരണത്തിനൊടുവിൽ ഡൽഹിയിലെ ജനങ്ങൾ ആർക്ക് അനുകൂലമായി വിധിയെഴുതിയെന്ന് നാളെ അറിയാം. രാജ്യം ഉറ്റുനോക്കുന്ന ആവേശകരമായ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ 24 സംഘവും തയ്യാർ. ടീം 24 ഡൽഹി. പ്രേക്ഷകർ ചോദിക്കുന്നു, രാവിലെ 8 മണിക്കല്ലേ പെട്ടുപൊട്ടിക്കൂ, പിന്നെ എന്തിനാ 6 മണി മുതൽ? നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കിക്കൊണ്ട് വരുമ്പോഴത്തേന് പെട്ടി പൊട്ടിച്ചു തുടങ്ങും. അതുകൊണ്ട് രാവിലെ 6 മണിക്ക് തന്നെ കൂടെ ചേരണം. അപ്പോൾ പ്രത്യേക തെരഞ്ഞെടുപ്പ് സംപ്രേഷണം ഡൽഹി നിയമസഭാ വോട്ടെണ്ണൽ ദിനത്തിൻ്റെ പ്രത്യേകത എല്ലാം പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ട് ഏറ്റവും വേഗം ആദ്യം ഫലസൂചന പ്രേക്ഷകരിലെത്തിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ രാവിലെ 6 മണി മുതൽ കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലെ അഭിഭാഷകനെ കുടുംബം ഒഴിവാക്കിയെന്ന വാർത്ത വരുന്നുണ്ട്. ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നില്ല എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. ആവശ്യം CBI അന്വേഷണം മാത്രമെന്നും കുടുംബം വ്യക്തമാക്കുന്നു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. നിതിൻ, യഥാർത്ഥത്തിൽ അഭിഭാഷകൻ അങ്ങനെ താല്പര്യമില്ലല്ലോ, പിന്നെ എന്താണ് കുടുംബം ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് കുടുംബം ഉന്നയിച്ചത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ചിൽ ഹർജി നൽകിയിരുന്നു. പക്ഷേ സിംഗിൾ ബെഞ്ച് പിന്നീട് പിന്നാലെ തന്നെയാണ് ശ്രീകുമാർ നിയോഗിച്ചുകൊണ്ട് കുടുംബം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയത്. എന്നാൽ കോടതി ഇത് അപ്പീൽ പരിഗണിക്കവേ എന്തിനാണ് CBI അന്വേഷണം എന്ന് കോടതി ആരാഞ്ഞു. എന്നാൽ CBI അന്വേഷണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് എങ്കിലും അന്വേഷിക്കണമെന്നൊരു ആവശ്യമാണ് അന്ന് ശ്രീകുമാർ സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കുടുംബം ആവർത്തിക്കുന്നു. ആവശ്യം CBI അന്വേഷണം മാത്രമാണ്. ഹർജിക്കാരുടെ താല്പര്യത്തിനും അഭിപ്രായത്തിനും വിരുദ്ധമായാണ് അഭിഭാഷകൻ നിലപാട് സ്വീകരിച്ചത്. തങ്ങൾ ഉന്നയിക്കാത്ത ആവശ്യം തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അഭിഭാഷകൻ ഇത് നിഷേധിച്ചു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കുടുംബം അഭിഭാഷകനെ മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകൻ S. ശ്രീകുമാർ ആയിരുന്നു കുടുംബത്തിന് വേണ്ടി ഹാജരായിരുന്നത്. SKN. ഓക്കെ, താങ്ക് യു. മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യ കമ്പനിക്ക് CPIയുടെ കടുംവെട്ട്. മദ്യനിർമ്മാണശാലയ്ക്കായി ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരംമാറ്റ അപേക്ഷ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് തള്ളിക്കളഞ്ഞു. CPI വകുപ്പിൻ്റെ തീരുമാനമാണോ ഇതെന്ന് തനിക്കറിയില്ല എന്നാണ് എക്സൈസ് വകുപ്പ് മന്ത്രി MV രാജേഷ് പ്രതികരിച്ചത്. വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാൻ എലപ്പുള്ളിയിൽ 24 ഏക്കർ ഭൂമി ഒയാസിസ് കമ്പനി വാങ്ങിയിരുന്നു. ഇതിൽ 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരംമാറ്റ അപേക്ഷയാണ് റവന്യൂ വകുപ്പ് തള്ളിയത്. നിർദ്ദിഷ്ട ഭൂമിയിൽ കൃഷി ചെയ്യണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും RDO ഉത്തരവിൽ വ്യക്തമാക്കി.
നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം ഭൂമി തരം മാറ്റം അനുവദിക്കാനാവില്ലെന്നും RDO അറിയിച്ചു. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ കൃഷി ഓഫീസർ നടപടിയെടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒയാസിസ് കമ്പനി അപേക്ഷിച്ച ഭൂമി കൃഷിഭൂമിയാണെന്നും അത് തരംമാറ്റം അനുവദിക്കാനാവില്ലെന്നും ജില്ലാ കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. 2008 വരെ ഈ ഭൂമിയിൽ കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമി തരിശായി കിടക്കുകയാണ്. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ CPI നിലപാട് ശക്തമാക്കുന്നതിനിടെയാണ് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ നടപടി. ഇതിൽ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ മറുപടി ഇങ്ങനെ: ഈ അനുമതി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പ്രാരംഭാനുമതി നൽകുന്നു എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. ബാക്കി അനുമതികളെല്ലാം അവർ നേടേണ്ടതാണ് എന്നത്. എക്സൈസിൻ്റെ മുമ്പിൽ വരുന്ന കാര്യത്തിനാണ് അനുമതി കൊടുത്തത്. അതിന് മറ്റു തടസ്സങ്ങളില്ല. അതുകൊണ്ടാണ് പ്രാരംഭാനുമതി എന്ന് പറഞ്ഞത്. മുന്നണിക്കുള്ളിൽ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതിനിടെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒയാസിസ് മദ്യക്കമ്പനി തടസ്സ ഹർജി ഫയൽ ചെയ്തു. എതിർപ്പുന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിച്ചാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം. നിങ്ങൾക്കറിയുന്ന പോലെ നാളെ രാവിലെ 6 മണിക്കാണ് അതിൻ്റെ സംപ്രേഷണം ആരംഭിക്കുക. നിങ്ങൾക്ക് ഒറ്റ സ്ക്രീനിൽ മുഴുവൻ ഫലങ്ങളും അറിയാൻ തക്കുന്ന രീതിയിലാണ് നമ്മുടെ സ്ക്രീനൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഒറ്റ സ്ക്രീനിൽ ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. മാത്രമല്ല ആദ്യ ഫലസൂചനകൾ ആദ്യം എത്തിക്കാനും ആദ്യ തെരഞ്ഞെടുപ്പ് ഫലം ആദ്യമായിട്ട് പ്രേക്ഷകരിലെത്താനും ഒക്കെയുള്ള എല്ലാവിധമായ ഒരുക്കങ്ങളുണ്ട്. നാളെ രാവിലെ 6 മണിക്ക് ഇതിൻ്റെ പ്രത്യേക സംപ്രേഷണം ആരംഭിക്കും. അത് ഗോപികൃഷ്ണൻ, അതുപോലെ അനുജ, പിന്നെ വിജയകുമാർ, ആഷ്മി, താജ് ഇബ്രാഹിം, ഞാനും. അപ്പോൾ ഞങ്ങൾ 6 പേരായിരിക്കും എന്നുള്ള. ഞങ്ങൾ 5 പേര്. അതിൽ ഞങ്ങൾ 3 പേര് കുറച്ച് കഴിയുമ്പം നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരാൻ ശ്രമിക്കും. പപ്പു, മാള, ജഗതി, അല്ലേ? ഇതല്ലേ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ നാളെ രാവിലെ 6 മണിക്ക്. അപ്പോൾ നിങ്ങൾ ഇത്ര കാലവും നമ്മുടെ 24ൻ്റെ തെരഞ്ഞെടുപ്പ് സംപ്രേഷണം കണ്ടിട്ടുള്ള പ്രേക്ഷകരോട് പ്രത്യേകിച്ച് അവകാശവാദങ്ങളും തള്ളലൊന്നുമില്ല. തള്ളാതെ തന്നെ നിങ്ങൾ കയറി പോകുന്നുള്ളൂ. അംബാനി ഇവിടെ ഉണ്ടാകും. ഇനി വാൽകൃഷ്ണൻ. സംസ്ഥാനത്ത് പാതിവില തട്ടിപ്പെന്ന് വ്യാപകമായി പരാതികൾ ഉയരുന്ന സമയമാണല്ലോ ഇപ്പോൾ. പല ജില്ലകളിലും പരാതികൾ വന്നു. പെരിന്തൽമണ്ണയിൽ മറ്റ് സ്ഥലങ്ങളേക്കാൾ സാധനവില ഇത്തിരി കൂടുതലായിരുന്നു എന്നാണ് ആക്ഷേപം. ആളുകൾക്ക് തയ്യൽ മെഷീനും സ്കൂട്ടറും ഒന്നും കിട്ടിയില്ലെങ്കിലും MLA നജീബ് കാന്തപുരത്തിന് ഒരു കേസ് കിട്ടി. അനന്തു കൃഷ്ണൻ ഒരുപാട് സ്വത്തുണ്ടാവട്ടെ എന്നും അങ്ങനെ ആളുകളുടെ പണം തിരികെ നൽകാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണെന്ന് നജീബ് കാന്തപുരം. MLAയുടെ പ്രാർത്ഥന ഫലിക്കുമോ എന്തോ? കാണാം. M. അഫ്സലിന്റെ വാൽകൃഷ്ണൻ. ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതിൽ TV, ഫ്രിഡ്ജ്, ഫാൻ, ടേപ്പ് റെക്കോർഡർ, ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട്. സാധനങ്ങൾ ഞങ്ങൾ കമ്പനി വിലയ്ക്കാണ് നൽകുന്നത്. എന്നതിന് പുറമെ വിലയുടെ 1/3 മാത്രം നൽകി കഴിയുമ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിക്കും. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് നാട്ടുകാരെ മുഴുവനും പറ്റിച്ചിട്ട് കോടിക്കണക്കിന് ഉറുപ്പികളാണ് ഉണ്ടാക്കിയത്. വയനാട്ടിൽ അക്ഷയ സെന്റർ വഴിയാണ് കൂടുതൽ പേരും തട്ടിപ്പിന് ഇരകളായത്. പരാതിയോട് പരാതി. പരാതികൾക്ക് അവസാനമില്ല. തട്ടിപ്പ് ശൃംഖല എത്താത്ത ജില്ലകളുമില്ല. അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും പരാതികൾ ഇങ്ങനെ വന്നു. അപ്പോൾ അതാ പെരിന്തൽമണ്ണ എന്നൊരു ഒച്ചപ്പാട്. പെരിന്തൽമണ്ണയിൽ നടക്കുന്നത് എന്താന്ന് ചോദിച്ചാലേ, അനന്തു കൃഷ്ണൻ തരുന്ന സാധനങ്ങൾ വാങ്ങാൻ നിങ്ങൾ ഓഫീസിന്റെ മുമ്പിൽ ആൾക്കാർ വരുന്നത് ഓർമ്മ ഉണ്ടോ? തയ്യൽ മെഷീൻ അത് പകുതി വിലക്ക്. സ്കൂട്ടർ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ലാപ്ടോപ്പ് അത് വെറുതെ കൊടുക്കാം. ജൈവവളം അതും പകുതി വിലക്ക്. വാട്ടർ പ്യൂരിഫയർ അതിനൊരു 10 ഉറുപ്പ്യ വാങ്ങാം. നമ്മൾ അനന്തു കൃഷ്ണനല്ലേ, ഒരു ചായ കുടിച്ചോട്ടെ. സ്കൂൾ കിറ്റുകൾ അത് കുട്ടിയൊക്കെയല്ലേ, അത് നമുക്ക് വെറുതെ കൊടുക്കാം. ഇതാ 10 രൂപ തന്നു ഈ റേഡിയോ അമ്മാവൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതല്ലേ പെരിന്തൽമണ്ണയിലും നടന്നത്? വഞ്ചിക്കപ്പെട്ട ഒരാളാണ്. കുഴപ്പമായി തോന്നുന്നത്. അപ്പൊ നിങ്ങളും പെട്ടൂലേ? ഞങ്ങൾ അതിന്റെ കൂടെ പെട്ടുപോയ വിക്ടിംസ് ആണ്. എന്നാലും ഒരു MLA ആയിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല? പെരിന്തൽമണ്ണയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ വിലയിരുത്തണം. അല്ല, വിലയിരുത്താ ആരോടൊപ്പം ചോദിക്കുക? അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും അന്വേഷിക്കാം. ശരി, അപ്പൊ പെരിന്തൽമണ്ണത്തെ രാഷ്ട്രീയക്കാരെ ഈ അനന്തു കൃഷ്ണന് പെരിന്തൽമണ്ണ വന്ന് ആൾക്കാരെ പറ്റിച്ചതിനെ പറ്റി വല്ല വിവരമുണ്ടോ? MLA തന്നെ രൂപീകരിച്ചിട്ടുള്ള MLAയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വളരെ വ്യക്തമായി ഈ പരിപാടിയിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി പത്രക്കുറിപ്പ് ഇറക്കുകയും ആ പത്രക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ MLA ഓഫീസുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് MLA ഓഫീസിൽ പണം കൊണ്ടേ കൊടുക്കാൻ ആവശ്യപ്പെട്ട് MLA ഓഫീസിൽ നിന്ന് തന്നെ റെസീറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നജീബ് കാ, റെസീറ്റൊക്കെ കൊടുത്തത് നിങ്ങളെ ഓഫീസിൽ നിന്നാണ്. എല്ലാം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് അവർ പൈസ അടച്ചത്. അത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പോയി എന്നതല്ലാതെ ഞങ്ങൾ അതിൽ എവിടെയാണ് കക്ഷിയാവുന്നത്? നേരെ അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പോൾ പിന്നെ നജീബ് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് റെസീറ്റ് കൊടുത്തു എന്ന് പറയണതോ? ഇനി മൂപ്പര് ബാങ്കും നടത്തുന്നുണ്ടോ അവിടെ? പെരിന്തൽമണ്ണക്കാർ പണം നൽകിയത് അനന്തകൃഷ്ണനല്ല, MLAയുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന് MLA ഓഫീസിൽ വെച്ച് MLA പറഞ്ഞത് പ്രകാരം
നൽകിയതാണ് പെരിന്തൽമണ്ണക്കാർ ആ പണം. അപ്പൊ MLA യുടെ ഓഫീസിൽ ഇതൊക്കെയാണ് നടന്നിരുന്നത് അല്ലേ? ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. എംപവർ ചെയ്യാനാണോ അനന്തകൃഷ്ണനെ പെരിന്തൽമണ്ണ ഇറക്കിയത്? അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും അന്വേഷിക്കാം. ശരി, പെരിന്തൽമണ്ണയിൽ അനന്തകൃഷ്ണനെ കൊണ്ട് എംപവർ ചെയ്തത് എങ്ങനെ? പെരിന്തൽമണ്ണയിലെ തട്ടിപ്പ് MLA നേതൃത്വം നൽകിയിട്ടുള്ള ഒരു ഇരട്ട തട്ടിപ്പാണ്. ബാക്കിയുള്ള എടുത്തതിനേക്കാളും ഇച്ചിരി കട്ടി കൂടിയത്. അവിടങ്ങളിലെല്ലാം ലാപ്ടോപ്പിനാണെങ്കിലും ബൈക്കിനാണെങ്കിലും തയ്യൽ മെഷീന്റെ 4 തരത്തിലുള്ള തയ്യൽ മെഷീൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഈടാക്കിയ തുകയും പെരിന്തൽമണ്ണയിലെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈടാക്കിയ തുകയും രണ്ടും രണ്ടാണ്. അതെന്താ പെരിന്തൽമണ്ണ എത്തിയപ്പോ ടാക്സ് കൂടിയോ? 20,000 രൂപയാണ് ഒരു ലാപ്ടോപ്പിന് മറ്റിടങ്ങളിൽ ഈടാക്കിയതെങ്കിൽ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന മുദ്ര ഫൗണ്ടേഷൻ ഈടാക്കിയത് 21,000 രൂപയാണ്. 1000 ഉറുപ്പ്യ മുതൽ ഒരു 4000 ഉറുപ്പ്യ വരെ ചെറുതായിട്ടൊന്ന് കൂടി. അതുകൊണ്ട് ആ പണം നൽകേണ്ട ഉത്തരവാദിത്തം അനന്തകൃഷ്ണനല്ല, MLAക്കാണ്. അപ്പൊ എങ്ങനെ നാട്ടുകാർക്ക് പൈസ കൊടുക്കണ്ടേ? വല്ല വഴിയുണ്ടോ? ഇയാൾ ഒരുപാട് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചതായി അറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ അയാൾക്ക് സ്വത്ത് ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുക, അനന്തകൃഷ്ണന്റെ സ്വത്ത് ആരും കണ്ടുകെട്ടാതെ അവിടെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് അത് കിട്ടി സാധാരണക്കാരുടെ പണം തിരിച്ചു കൊടുക്കണം നമുക്ക്. അനന്തകൃഷ്ണന് ഇതേപോലെ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ആൾക്കാരെ പറ്റിച്ച് സ്വത്തുണ്ടാക്കി വരട്ടെ. അപ്പോൾ എല്ലാവരും MLA ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. മൂപ്പര് ആ പൈസ വാങ്ങിത്തരും. അയാൾക്ക് സ്വത്ത് ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശരി, അനന്തകൃഷ്ണന് നല്ലോണം സ്വത്തുണ്ടാകാനും നാട്ടുകാരെ പറ്റിച്ച പൈസ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടാവാനും MLA മനസ്സുരുകി പ്രാർത്ഥിക്കും. ഓക്കെ, ശരി. എന്നാൽ ഇതോടെ പ്രൈം ടൈമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 6 മണിക്ക് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അപൂർവമായ ദൃശ്യങ്ങളും ഫലങ്ങളും ആദ്യ ഫലസൂചനകളും ഒക്കെയായിട്ട് എനിക്കൊപ്പം KR ഗോപികൃഷ്ണൻ, അനൂജ രാജേഷ്, S വിജയകുമാർ, ആഷ്മി താജ് ഇബ്രാഹിം. നമ്മൾ പൊളിക്കും നാളെ രാവിലെ 6 മണിക്ക്. മറക്കണ്ട, ഭക്ഷണമൊക്കെ അടുക്കളയിൽ നേരത്തെ കരുതിക്കോണം, പിന്നെ നമ്മളെ കുറ്റം പറയരുത്. ഓക്കെ, നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു.